നമസ്കാരം. പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിൽ നിന്നും 2 കിലോമീറ്റർ ദൂരവും തൃശ്ശൂർ പാലക്കാട് 6 വരി NH പന്നിയങ്കര ടോൾ പ്ലാസ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ അവിടുത്തെ ആ റോട്ടിലൂടെ വരികയാണെങ്കിൽ 1.5 കിലോമീറ്റർ ദൂരം മാത്രം. ചുറ്റുഭാഗവും നല്ല നല്ല വീടുകളുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ. 6 സെൻറ്റ് സ്ഥലം, 1250 സ്ക്വയർ ഫീറ്റ് വീട്, 3 ബെഡ്റൂമുള്ള വീടാണ് കേട്ടോ. 4-5 വണ്ടികൾ മുറ്റത്ത് പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ മുറ്റത്തിൻ്റെ സ്പേസ് കൊടുത്തിരിക്കുന്നത്. മുറ്റമെല്ലാം ഇൻ്റർലോക്കിൽ തീർത്ത് മനോഹരമാക്കിയിരിക്കുന്നു. 2 ഭാഗത്ത് പൂച്ചെടി വയ്ക്കാനൊക്കെ ആയിട്ട് ചെറിയ കുട്ടി മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. മുൻഭാഗത്ത് മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ. അപ്പോൾ നല്ല നല്ല വീടുകളുള്ള നല്ല ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത്. വടക്കഞ്ചേരി ടൗണിലേക്ക് വരുന്ന ദൂരം വരികയാണെങ്കിൽ ഒരു 1.25-2 കിലോമീറ്റർ ദൂരത്തിൻ്റെ ഉള്ളിലാണ് വടക്കഞ്ചേരി മെയിൻ ടൗണിലേക്ക് വരുന്നൊരു ദൂരം വരുന്നത്. NHലേക്ക് വരുന്നത് ഒരു 1.5 കിലോമീറ്റർ ദൂരവും. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് കയറുമ്പോൾ നല്ല വലുപ്പമുള്ള ഹാള് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2-3 സെറ്റിയൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല ഒരു വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു ഹാളിൻ്റെ വലുപ്പമുള്ളത് കേട്ടോ. ആ ഹാളിനോട് ചേർന്ന്, അതായത് ഫ്രണ്ട് ഡോറ് തുറന്ന് കയറി വരുമ്പോൾ തന്നെ വലത് ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. 1ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. സ്റ്റോറേജ് സ്പേസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ബെഡ്റൂമിൽ നിന്ന് ഹാളിലേക്ക് ഇറങ്ങി ഹാളിൽ നിന്നും നേരെ ചെല്ലുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 2ാമത്തെ ബെഡ്റൂം ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്, അറ്റാച്ച്ഡ് ആണ് കേട്ടോ. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് 3ാമത്തെ ബെഡ്റൂമാട്ടോ നമ്മളിനി കാണുന്നത്. 3 ബെഡ്റൂമുണ്ട്. ഇനി നമുക്ക് അടുക്കള ഭാഗത്തേക്ക് പോകാം. നല്ല ഒരു അടുക്കളയാട്ടോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് നല്ല ഒരു അടുക്കള തന്നെയാണ്. അതിലിപ്പോൾ നമ്മൾ മിക്സിയിലോ ഗ്രൈൻഡറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തെറിച്ച് പോയി കഴിഞ്ഞാലും വൃത്തിയായി തുടച്ചെടുക്കാം. അത് മൊത്തം ടൈലാണ് ഇട്ടിരിക്കുന്നത്. ആ ഭിത്തിയിലൊക്കെ ടൈല് പതിപ്പിച്ചിട്ടുണ്ട്. കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുക്കളയിൽ നിന്നും നേരെ ഇറങ്ങുന്നത് പുറകുവശത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് കൊടുത്തിട്ട് ഇവിടെ നല്ലൊരു ഹാള് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു വർക്ക് ഏരിയ എന്ന് വേണമെങ്കിൽ. മൊത്തം ഗ്രില്ലാണ് ഇട്ടിരിക്കുന്നത്. നല്ല നീളത്തിലുള്ള ഒരു വർക്ക് ഏരിയ ആയിട്ട് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നു. ആ ഗ്രില്ലിൻ്റെ തന്നെയാണ് കേട്ടോ ഡോറും കൊടുത്തിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ്. പുറകുവശത്ത് നമുക്ക് ഇവിടെ നിന്നും നേരെ മുൻവശത്തേക്ക് ഇറങ്ങി വന്ന് മുൻവശത്ത് നിന്നും വീടിൻ്റെ ഇടത് ഭാഗത്തൂടെ പോകുന്ന സൈഡാണ് കേട്ടോ. അവിടെ ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. 6 സെൻറ്റ് സ്ഥലം, 1250 സ്ക്വയർ ഫീറ്റ് വീട്, ചുറ്റുഭാഗവും മതിൽ കെട്ടിയിരിക്കുന്നു. വീടിന് മുകളിൽ ഡ്രസ് വർക്കും ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ വില വരുന്നത് 35 ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത്. വില നെഗോഷ്യബിളാണ്. ചെങ്കല്ല് കൊണ്ട് പണിത വീടാട്ടോ. ചുടിയിഷ്ടികയിൽ പണിതെടുത്ത വീടാണ്. ഒരു 8-9 വർഷത്തെ പഴക്കമുണ്ട്. വീട് കണ്ടു കഴിഞ്ഞാൽ അതൊന്നും പറയത്തില്ല. വീട് 8-9 വർഷത്തെ പഴക്കമുണ്ടെന്ന്. നല്ല വീടാണ്. അപ്പോൾ മുകളിൽ ഡ്രസ് വർക്കൊക്കെ ചെയ്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. വീട്ടിൽ നല്ലൊരു ഫങ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ മുകളിൽ തന്നെ ആൾക്കാർക്ക് ടേബിളൊക്കെ ഇട്ട് കൊടുത്ത് ഭക്ഷണം കൊടുക്കാൻ പറ്റാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലും ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിലം തരം മാറ്റി കൊടുക്കൽ അങ്ങനത്തെ ഉണ്ടല്ലോ, നിലം തരം മാറ്റി കൊടുക്കലോ, അതുകൂടാതെ ലൊക്കേഷൻ സ്കെച്ച്, വീടിൻ്റെ പ്ലാന്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ്. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീടിൻ്റെ വില 35 ലക്ഷം രൂപയാണ് കേട്ടോ.
6 സെൻറ്റ് സ്ഥലം, 1250 സ്ക്വയർ ഫീറ്റ് വീട്. വടക്കഞ്ചേരിയുടെ എല്ലാവിധ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വീട് തന്നെയാണ്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം.